ET മലയാളത്തിന്റെ പുതിയൊരു മാർക്കറ്റ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിന അവധിയൊക്കെ കഴിഞ്ഞ് വിപണി വീണ്ടും സജീവമാവുകയാണ്. തുടർച്ചയായ 5 ദിവസത്തെ ഇടിവിന് ശേഷമാണ് ഇന്ത്യൻ ഓഹരി വിപണി പുതിയൊരു ആഴ്ചയിലേക്ക് കടക്കുന്നത്. കഴിഞ്ഞ കുറച്ചു കാലമായി വലിയ കുതിപ്പ് നടത്തിയിരുന്ന വിപണിയിൽ 2026 തന്നെ ഏറ്റവും നീണ്ട നഷ്ട പരമ്പരയാണിത്. സ്വാതന്ത്ര്യദിന അവധിക്ക് തൊട്ടു മുൻപുള്ള വെള്ളിയാഴ്ചയും വിപണി നേരിയ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ആദ്യം നമുക്ക് വെള്ളിയാഴ്ചത്തെ പ്രധാന കണക്കുകൾ ഒന്ന് നോക്കാം. നിഫ്റ്റി സൂചിക 29 പോയിന്റ് താഴ്ന്ന് 24,366 ക്ലോസ് ചെയ്തത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയായ സെൻസസ് 70 പോയിന്റ് ഇടിഞ്ഞ് 78,009 നിഫ്റ്റി ബാങ്ക് 144 പോയിന്റ് ഇടിഞ്ഞ് 57,491 വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ കണക്കുകൾ കേൾക്കുമ്പോൾ തുടർച്ചയായ 5 ദിവസം ഇടിഞ്ഞല്ലോ, മാർക്കറ്റ് വലിയ തകർച്ചയിലാണോ എന്ന് നമുക്കൊക്കെ തോന്നിയേക്കാം. എന്നാൽ പേടിക്കേണ്ട കാര്യമില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. കാരണം 5 ദിവസം ഇടിഞ്ഞിട്ടും മൊത്തം സൂചികയിൽ 0.5% താഴെ മാത്രമാണ് ഇടിവുണ്ടായിട്ടുള്ളത്. ആളുകൾ പരിഭ്രാന്തരായി ഓഹരികൾ വിൽക്കുന്നതല്ല ഇതിന് കാരണം. മറിച്ച് കുറഞ്ഞ വിലയിൽ ഓഹരി വാങ്ങിയവർ വില ഉയർന്നപ്പോൾ അത് വിറ്റ് ലാഭം എടുക്കുന്നതാണ് ഇതിന് പിന്നിൽ. ഇതിനെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്നാണ് മാർക്കറ്റിൽ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ടെലികോം മേഖലയാണ്. ഇതിൽ തന്നെ ഭാരതി എയർടെൽ ഓഹരികൾ വലിയ നേട്ടമുണ്ടാക്കി. ഹെൽത്ത് കെയർ മേഖലയിൽ അപ്പോളോ ഹോസ്പിറ്റൽസ്, അദാനി പോർട്സ് എന്നിവയും പച്ചക്കൊടി പാറിച്ചു. എന്നാൽ ഓട്ടോമൊബൈൽ മേഖലയിൽ ടാറ്റ മോട്ടോഴ്സ്, ഏഷ്യൻ പെയിന്റ്സ്, ജിയോ ഫിനാൻഷ്യൽ തുടങ്ങിയവയ്ക്ക് കഴിഞ്ഞ ആഴ്ച തിരിച്ചടിയേറ്റു. വിപണിയെ വലിയൊരു തകർച്ചയിൽ നിന്ന് രക്ഷിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ നിക്ഷേപകരാണ് എന്നാണ് ഉത്തരം. അതായത് വിദേശ നിക്ഷേപകർ വെള്ളിയാഴ്ച മാത്രം 510 കോടിയുടെ ഓഹരികൾ വിറ്റഴിച്ച് പണം പിൻവലിച്ചപ്പോൾ നമ്മുടെ ആഭ്യന്തര നിക്ഷേപകർ 4,350 കോടി രൂപയുടെ വലിയ വാങ്ങലുകളാണ് നടത്തിയത്. ഇതാണ് വിപണിക്ക് വലിയൊരു താങ്ങായത്. ഇനി ഈ ആഴ്ച വിപണി എങ്ങനെയാകുമെന്നതിനെ കുറിച്ച് മാർക്കറ്റിലെ പ്രമുഖരായ ചില വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റിയിലെ സീനിയർ റിസർച്ച് അനലിസ്റ്റായ അങ്കിത് ജയ്സാൽ പറയുന്നത് തിങ്കളാഴ്ച ഓപ്പണിംഗ് വളരെ നിർണായകമാണെന്നാണ്. 24,265 എന്ന ലെവൽ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ പെട്ടെന്നൊരു വീഴ്ചയുണ്ടായി നിഫ്റ്റി 24,000 എത്തിയേക്കാം. യൂണിവേഴ്സിറ്റിയിൽ തന്നെ കുനാൽ സിംഗ്ല പറയുന്നത് വിപണിയിലെ ഈ ഇടിവ് വെറും പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രമാണെന്നാണ്. ആഭ്യന്തര നിക്ഷേപകരുടെ വലിയ പിന്തുണയുള്ളത് കൊണ്ട് വിപണി പെട്ടെന്ന് തകരില്ല. എന്നാൽ ആഗോള വിപണികളിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നമ്മളെയും ബാധിച്ചേക്കാം. ചോയ്സ് ബ്രോക്കിംഗിലെ സുമിത് ബഗാഡിയ നൽകുന്ന മുന്നറിയിപ്പും ശ്രദ്ധേയമാണ്. വിപണി താഴേക്ക് പോയി 24,200 എന്ന സപ്പോർട്ട് തകർന്നാൽ മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികളിൽ വലിയ വിൽപ്പന സമ്മർദ്ദമുണ്ടാകും. എന്നാൽ L&T, CG പവർ, DLF എന്നീ ഓഹരികളിൽ അദ്ദേഹം വളർച്ച സാധ്യത കാണുന്നുണ്ട്. പോർട്ട്ഫോളിയോ സ്ട്രാറ്റജിസ്റ്റായ സജിൻ ബജാജ് പറയുന്നത് ഇന്ത്യൻ വിപണിയുടെ ഇപ്പോഴത്തെ വാല്യുവേഷൻ നിക്ഷേപകർക്ക് അനുകൂലമാണെന്നാണ്. ബാങ്കിംഗ് ഉൾപ്പെടുന്ന ഫിനാൻഷ്യൽ സെക്ടറും ഹെൽത്ത് കെയർ സെക്ടറുമാണ് ഏറ്റവും സുരക്ഷിതം. എന്നാൽ ക്രൂഡ് ഓയിൽ വിലയിലെ മാറ്റങ്ങളും വിദേശത്തെ യുദ്ധ സാഹചര്യങ്ങളും ചെറിയ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ഷെയർ മാർക്കറ്റിൽ പണം മുടക്കുന്ന സാധാരണക്കാരായ ചെറുകിട നിക്ഷേപകർ എന്തൊക്കെ ശ്രദ്ധിക്കണം? വിദഗ്ധർ നൽകുന്ന 4 പ്രധാന സേഫ്റ്റി ടിപ്പുകളാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് പാനിക് സെല്ലിംഗ് ഒഴിവാക്കുക. തുടർച്ചയായി കുറച്ചു ദിവസം വിപണി ചുവപ്പിലാണെന്ന് കരുതി പേടിച്ച് നഷ്ടത്തിൽ ഓഹരികൾ വിറ്റൊഴിവാക്കാതിരിക്കുക. നല്ല അടിസ്ഥാനമുള്ള ലാഭമുണ്ടാക്കുന്ന വലിയ കമ്പനികളുടെ ഓഹരികളാണെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക. 2, SIP മുടക്കാതിരിക്കുക. മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രതിമാസം SIP വഴി നിക്ഷേപിക്കുന്നവർ വിപണി ഇടിയുമ്പോൾ അത് നിർത്തിവെക്കരുത്. മാർക്കറ്റ് ഇടിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എന്നതാണ് വാസ്തവം. ഇത് ഭാവിയിൽ വലിയ ലാഭം തരും. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ജാഗ്രത വേണം. നേരത്തെ സുമിത് ബഗാഡി പറഞ്ഞതുപോലെ വിപണി താഴേക്ക് പോയാൽ ഏറ്റവും കൂടുതൽ ഇടിയുക ചെറിയ കമ്പനികളുടെ ഓഹരികളാകും. അതുകൊണ്ട് തൽക്കാലം അത്തരം ഫണ്ടുകളിൽ വലിയ തുക ഇറക്കാതെ ലാർജ് ക്യാപ് അഥവാ വലിയ കമ്പനികളിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാം. മുഴുവൻ പണവും ഒറ്റയടിക്കും നിക്ഷേപിക്കരുത്. നിങ്ങളുടെ കയ്യിൽ നിക്ഷേപിക്കാൻ പണമുണ്ടെങ്കിൽ അത് മുഴുവൻ ഒറ്റയടിക്ക് ഇപ്പോൾ മാർക്കറ്റിലിടരുത്. വിപണിയിലെ ചെറിയ തിരുത്തലുകൾ അഥവാ താഴ്ചകൾ ഉപയോഗപ്പെടുത്തി കുറച്ചായി മാത്രം വാങ്ങുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ തിങ്കളാഴ്ച വിപണിയുടെ ആദ്യത്തെ അരമണിക്കൂർ വളരെ നിർണായകമാണ്. 24,265 എന്ന ലെവൽ നിഫ്റ്റി നിലനിർത്തുമോ എന്നതാണ് പ്രധാന ചോദ്യം. വിപണിയിലെ ഈ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും ചില ഓഹരികളിൽ നല്ല മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ നിർദ്ദേശിക്കുന്ന 2 ഓഹരികളും അവയുടെ ടാർഗറ്റ് വിലയും സ്റ്റോപ്പ് ലോസും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു രീതിയിലും റെക്കമെൻഡേഷൻ അല്ല. ഈ സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മാത്രമാണ് പറയുന്നത്. വിദഗ്ധർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും. നിക്ഷേപിക്കുന്നത് എപ്പോഴും സാമ്പത്തിക വിദഗ്ധരുടെ ഉപദേശം അനുസരിച്ചായിരിക്കണം. അത് പരിപൂർണമായും നിങ്ങളുടെ റിസ്കിലായിരിക്കണം. അറിഞ്ഞു വേണം നമ്മൾ നിക്ഷേപിക്കാൻ. ഒന്നാമത്തേത് ഭാരതി എയർടെൽ. നിർദ്ദേശിക്കുന്നത് പ്രഭുദാസ് ലില്ലാദാർ. കാരണം മികച്ച സാമ്പത്തിക ഫലങ്ങളും ടെലികോം നിരക്ക് വർധനവും എയർടെല്ലിന് അനുകൂലമാണ്. ടാർഗറ്റ് വില 2150, സ്റ്റോപ്പ് ലോസ് 1900.
ലാർസൻ ആൻഡ് ട്രൂബോ ആണ് രണ്ടാമത്തത്. നിർദ്ദേശിക്കുന്നത് ചോയ്സ് ബ്രോക്കിംഗ്. കാരണം ക്യാപിറ്റൽ ഗുഡ്സ് മേഖലയിൽ മികച്ച അടിസ്ഥാനമുള്ള ഈ കമ്പനിക്ക് വലിയ ഓർഡറുകൾ ലഭിക്കുന്നത് ഓഹരി വില ഉയർത്തും. ടാർഗറ്റ് വില 4350, സ്റ്റോപ്പ് ലോസ് 3883. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നവ വിവിധ സാമ്പത്തിക വിദഗ്ധർ നൽകിയ അഭിപ്രായങ്ങൾ മാത്രമാണ്. ഓഹരി വിപണിയിലെ നിക്ഷേപം എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഓഹരി വിപണിയിലെ സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചും ദിവസേനയുള്ള അപ്ഡേറ്റുകൾക്കുമായി ഇക്കണോമിക്സ് ടൈംസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി ചോദിക്കാം.